ഫിയർ എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ എക്സാം ഫിയർ വരും. എന്തോ ഒരു പ്രഷർ ഉള്ളിൽ നിന്ന് നിങ്ങളെ പിടിച്ചു വലിക്കുന്ന പോലെ. അതാണ് ശരിക്കും എക്സാം ഫിയർ. എന്താണ് ശരിക്കും എക്സാം ഫിയർ? റിയൽ ആയിട്ട് എന്താണ് എക്സാം ഫിയർ എന്ന് നോക്കാം. ശരിക്കും എക്സാം ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല. നേരെ മറിച്ച് നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പെർഫോമൻസാണ് ഈ എക്സാം ഫിയർ എന്ന് പറയുന്നത്. ഞാൻ തോറ്റുപോയാലോ, ഞാൻ പഠിച്ചതെല്ലാം മറന്നു പോയാലോ, എന്നെക്കാളും മറ്റുള്ള കുട്ടികൾക്ക് എന്നെക്കാളും മാർക്ക് കിട്ടും, ഞാൻ വളരെ മോശമായി പോയാലോ എന്നൊക്കെയുള്ള ചിന്തകളപ്പോൾ നമ്മളുടെ മനസ്സിൽ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ എഴുതാൻ ഹാളിൽ ചെന്നതിന് ശേഷം വന്നേക്കാം. ബ്രെയിനിൻ്റെ അമിഗ്ഡാല എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഒരു സംഭവം നിങ്ങളിൽ നിന്ന് കൈയടക്കുന്നത്. ബ്രെയിനിലെ മെമ്മറി അതിനെ ബ്ലോക്ക് ചെയ്യും. മെമ്മറിയെ അത് ബ്ലോക്ക് ചെയ്യും. അമിഗ്ഡാലയിലാണ് ആങ്സൈറ്റി ഉണ്ടാകുന്നത്. ആങ്സൈറ്റി ഉണ്ടായിട്ട് എന്താവും? ആങ്സൈറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറീസ് കുറച്ചൊക്കെ ബ്ലോക്കായി പോകും. അതാണ് മെയിനായിട്ടും നമുക്ക് എക്സാമിന് ഓർമ്മക്കുറവൊക്കെ വരാൻ കാരണം. ഇത് സൈക്കോളജി സ്റ്റുഡൻസിന് നന്നായിട്ട് അറിയാമെങ്കിലും സൈക്കോളജി സ്റ്റുഡൻസ് പോലും ആ സമയത്ത് സ്ട്രെസ്ഡ് ആയി പോവാറുണ്ട്. ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അതെന്താണ് എന്നൊക്കെ പഠിക്കലല്ല അതിനെ മറികടക്കാനുള്ള ഒരു മാർഗം. നേരെ മറിച്ച് ചില എക്സസൈസുകൾ, ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇരുന്ന ഇരിപ്പിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഫിയറിനെ കുറേയൊക്കെ മറികടക്കാനായിട്ട് പറ്റും. അതിലൊന്നാമത്തെ കാര്യം, ചില കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന കാണാറില്ലേ? എനർജി കിട്ടാൻ പ്രാർത്ഥന നല്ലതാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ലത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ മനസ്സിലേക്ക് വേറെ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. കളയേണ്ട ചില കാര്യങ്ങളും കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളുമുണ്ട്. കളയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരു കാര്യം അങ്ങോട്ട് കളയുക. എനിക്കറിയാത്തതിനെക്കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടി അതിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അറിയാത്തത് വല്ലതും വന്നാലോ എന്നതിനുപരി എനിക്കറിയാവുന്നത് ഞാൻ നന്നായിട്ട് എഴുതും എന്ന ഒരു തീരുമാനം എടുക്കുക. പുതിയൊരു സിലബസിൽ മാറ്റം വരുത്തിയിട്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അറിയാത്തതും അറിയുന്നതൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പാനിക്കായി പോവും, ഞാനാകെ പ്രശ്നത്തിലാകും എന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ആങ്സൈറ്റി ആവില്ല, ഞാൻ പാനിക് ആവില്ല, എങ്ങനെയാണെങ്കിലും ഞാൻ എഴുതും. ഇനി ഒന്നും അറിയില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു അക്ഷരം പോലും എനിക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ പോലും ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യും എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കത് പ്രശ്നമല്ല. പിന്നെയുള്ള ഒരു പ്രശ്നമാണ്, ഫസ്റ്റ് തന്നെ ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 20 എണ്ണത്തിലത്തെ ഫസ്റ്റത്തെ 2 ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണെന്ന് വയ്ക്കുക. അതാണെങ്കിൽ ഞാൻ പഠിക്കാത്ത ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ ഞാൻ അതിനെ തന്നെ നോക്കിയിരിക്കാതെ എന്ത് ചെയ്യുക? 3ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. അത് ഇത്തിരി ഞാൻ പഠിച്ച ഒരു ഭാഗത്തു നിന്നുള്ളതാണ്, എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കുക. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അതൊന്ന് നിങ്ങൾക്ക് 2-3 തവണ അത് വായിക്കുമ്പോൾ തന്നെ എല്ലാ എക്സാമിനും ഒരു ടൈം ഉണ്ടാവില്ല, ആ ടൈമിനകത്ത് നമുക്കത് തീർക്കാൻ വേണം. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ ഇത്തിരി ഈസിയുള്ള ക്വസ്റ്റ്യനാണ്, അതെനിക്ക് എളുപ്പം എഴുതാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ഓരോ ടേംസ് ഉണ്ടാവില്ല, അതിലുള്ള ടേംസ് നമ്മൾ ആലോചിച്ച് വെക്കുക. ആ ടേംസിനെ കുറച്ചും കൂടി ആലോചിക്കുക. അപ്പോൾ നമുക്ക് അറിയാത്തതിനെ കുറിച്ചുള്ള ടെൻഷൻ അവിടെ നിന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മൾ അറിയുന്നതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കും. അടുത്തൊരു ടിപ്പ് എന്താണെങ്കിൽ, നമുക്ക് തന്ന ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എല്ലാം ഒരു എസ്സേ ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ ആ എസ്സേൻ്റെ എല്ലാ ഭാഗവും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കുന്നതല്ല, നമ്മൾ ഓർത്തോർത്ത് എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വന്നാൽ ചില വേർഡ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ പല എക്സാംസിനും ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതരുത് എന്നൊരു നിയമമുണ്ട്. അപ്പോൾ റഫ് എഴുതാനായിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ടേംസ് അവിടെ എഴുതിയിടുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസും കൂടും. അതോടൊപ്പം നമ്മുടെ മെമ്മറി അവിടെ ബ്ലോക്കായി കിടക്കുകയാണല്ലോ, അമിഗ്ഡാലയും അതിൽ വന്ന ആങ്സൈറ്റിയൊക്കെ കാരണം അതവിടെ ബ്ലോക്കായി കിടക്കുന്ന മെമ്മറി അവിടുന്ന് ഫ്ലോ ആകാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊന്നും കൂടി കോൺഫിഡൻസ് കിട്ടും. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടാത്ത വേറൊരു കാര്യം, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെയായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. അവർക്ക് എന്തിലോ ഒന്ന് കൂടുതലാണെങ്കിൽ എനിക്കും എന്തിലോ ഒന്ന് കൂടുതലുണ്ട്. എനിക്കെന്തോ ഒരു കുറവുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്. എല്ലാവരും കുറവും കൂടുതലും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണമെന്നോ എന്നുള്ളതിന് പകരം എൻ്റെ തന്നെ സ്റ്റാറ്റസ്, എൻ്റെ ഒരു മാർക്ക് ഒന്നും കൂടെ കൂട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് മാത്രം ആലോചിക്കുക. എൻ്റെ മാർക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല കുട്ടികൾക്കും എനിക്ക് കഴിഞ്ഞ തവണ 100 ഉണ്ടായിരുന്നു, ഇപ്പോൾ 99 പോകുമോ എന്നുള്ള പേടി വേണ്ട. കാരണം ആ ഒരു എക്സാമിൽ നിങ്ങൾ 0 പോകണേക്കാളും നല്ലത് നിങ്ങൾ 99 ആകുന്നതല്ലേ. അപ്പോൾ 0-നേക്കാളും നല്ലത് 99 മാർക്ക് വാങ്ങുന്നതല്ലേ. അപ്പോൾ ആ ഒരു മാർക്കിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ സമയം കളയാതിരിക്കുക, നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താതിരിക്കും. ഇതൊക്കെ എക്സാം ഹാളിൽ വെച്ചോ ഒക്കെ തോന്നുന്ന ഒരു തോട്ടിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ടിപ്പുകളും അതിനെ പറ്റിയിട്ടുള്ളതാണ്. എക്സാം എഴുതുമ്പോഴുള്ള ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
പക്ഷേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അതിനേക്കാട്ടിലും മുമ്പേ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ്. കോൺഫിഡൻസ് കൂട്ടാൻ എക്സാം സമയത്ത് മാത്രം നമ്മൾ ചിന്തിക്കുന്നതിന് പകരം എക്സാം തുടങ്ങുന്നതിന് മുമ്പും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അതേപോലെ നിങ്ങൾ ഏത് എക്സാമിന് പോവുകയാണെങ്കിലും ഏതൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് ശാന്തമായി നിന്ന് ഒരു ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുത്ത് ഒരു 4 സെക്കൻഡ് കഴിഞ്ഞ് ബ്രീത്ത് വിടുക. ഇങ്ങനെ വിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്ന എനർജി കുറച്ച് കൂടുതലായിട്ട് കിട്ടും. മനുഷ്യൻ്റെ എനർജി മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എനർജി എപ്പോഴും ഗുഡാക്കി വെക്കുക. അത് ഫുഡ് കഴിച്ചിട്ടും അല്ലാതെയും നന്നാക്കി വെക്കേണ്ടതുണ്ട്. മൈൻഡ് പോസിറ്റീവ് ആയാലും ഫുഡ് കഴിച്ചാലും ഒക്കെ എനർജി വരും. അതോടൊപ്പം സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ എനർജി ലെവൽ താഴെ പോകാതെ ശ്രദ്ധിക്കുക. താങ്ക് യു.